പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിർത്തി എല്ലാ ദൈവം അറിയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കളുമായി ഷെയർ ചെയ്ത് ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം മത്തായി 25:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഒരു താലന്ത് ലഭിച്ചവൻ അടുക്കൽ വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. ഇതാ നിന്റേത്, ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനം ഈ ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വചനത്തിലെ സാരാംശം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് കടന്നു പോകണം അല്ലെ. ആ കടന്നു പോകുന്ന സമയത്ത് തന്റെ 3 ദാസന്മാരെ വിളിച്ച്, ഒരു വ്യക്തിക്ക് 5 താലന്തും ഒരു വ്യക്തിക്ക് 2 താലന്തും ഒരു വ്യക്തിക്ക് 1 താലന്തും കൊടുത്തിട്ട് ആ ഒരു പരദേശത്തേക്ക് ആ ഒരു യജമാനൻ കടന്നു പോവുകയാണല്ലേ. നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം തന്റെ ദാസന്മാരെ വിളിച്ച്, കൊടുത്ത എമൗണ്ട് എന്താ ചെയ്താൽ, ആ താലന്ത് എന്ത് ചെയ്തു, അതെങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തു, എന്ത് സമ്പാദിച്ചു എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് 5 കിട്ടിയവൻ പറയാണ്, യജമാനെ, ഞാനത് വീണ്ടും ശേഖരിച്ച് വീണ്ടും അധികമാക്കി ഇരട്ടിയാക്കി ഞാനത് 10 ഉണ്ടാക്കി. അതുപോലെ 2 കിട്ടിയവൻ പറയാണ്, ഞാനത് 4 സമ്പാദിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ് അല്ലെ. അതേ സമയത്തിന് ഈ 1 താലന്ത് കിട്ടിയ വ്യക്തി ജീവിതത്തിനോട് ചോദിക്കുമ്പോൾ ആ ഒരു വ്യക്തി ജീവിതം ഇവിടെ പറയുന്ന ഒരു ആൻസറാണ് നമ്മൾ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ വായിച്ചത്. ഇത് വായിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവായിട്ട് 1-2 കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കൊന്നറിയാം, ഈ ഒരു താലന്ത് കിട്ടിയ ഒരു മനുഷ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2 ക്വാളിറ്റി അവിടെ വ്യക്തമായി ആ മനുഷ്യരിൽ കാണിക്കുന്നുണ്ട്. ഒന്നെന്താ, തൻ്റെ യജമാനനോട് തുറന്നു പറയല്ലേ, ഇന്നതാ റീസൺ എന്ന് പറഞ്ഞ് തുറന്നു പറയുന്ന ഒരു ഓപ്പൺ മൈൻഡ് അല്ലെ, നല്ലൊരു ഹൃദയം. അല്ലെങ്കിൽ ആ ഒരു യജമാനോട് കള്ളം പറയാമായിരുന്നു, എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്തു കിട്ടിയില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് കള്ളം പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു, അല്ലെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആ വ്യക്തി എന്താ ചെയ്തത്, താൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ താൻ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു എന്നുള്ളത് എക്സ്പ്ലനേഷൻ ആ ഒരു യജമാന്റെ അടുത്ത് കൊടുക്കുകയാണല്ലേ. ആ ഒരു തുറന്ന മൈൻഡ് ഇവിടെ വ്യക്തമായി കാണിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, 3 ദാസന്മാർക്ക് 3 തരത്തിലാണ് താലന്ത് കൊടുത്തത്. 1 കിട്ടിയ ഏറ്റവും കുറഞ്ഞൊരു വ്യക്തി ജീവിതത്തെ അവിടെ കാണിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പിറുപിറുപ്പോ ഒരു കംപ്ലൈന്റോ ഒരു പരാതിയും പറയാതെ കിട്ടിയ ആ ഒരു താലന്ത്. കാരണം നമുക്കറിയാം, ഒരു യജമാനന്റെ അണ്ടറിൽ 3 ദാസന്മാർ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ കാണല്ലേ. അപ്പൊ ഈ 1 താലന്ത് കിട്ടിയ വ്യക്തി ജീവിതത്തിന് എന്തായാലും അറിയാം, എന്നെക്കാട്ടിൽ ഹയർ ആയിട്ടുള്ള താലന്തുകളാ മറ്റു 2 പേർക്കും കിട്ടിയതെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഈ 1 കിട്ടിയവൻ അവിടെ ഒന്ന് പിറുപിറുക്കുകയോ വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സെക്കൻഡ് മൈൻഡ് അല്ലേ. നമ്മൾ മാനുഷ്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നാളുകളിൽ ഒരു വ്യക്തി ജീവിതത്തിന് ഉണ്ടായിരിക്കുന്ന 2 ക്വാളിറ്റിയാണ്, കിട്ടിയ ദാനം അല്ലെ, പിറുപിറുപ്പില്ലാതെ അത് സ്വീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഓപ്പണായിട്ട് കള്ളം പറയാതെ എന്തുകൊണ്ട് അത് ചെയ്തു എന്നൊരു പറയാൻ തക്കമുള്ള ഹൃദയം അല്ലെ. ഇത് 2 ഈ വ്യക്തി ജീവിതത്തിനുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ഈ 2 ഗുണങ്ങളുള്ള ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ പോലും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ യജമാനൻ എന്താ വിളിക്കുന്നത്, ദുഷ്ടനായ ദാസനെ എന്താ വിളിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാ, താൻ കൊടുത്ത താലന്ത് മറച്ചു വെച്ചു. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ദുഷ്ടനായ ദാസനെ എന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തി ജീവിതത്തെ ഈ യജമാനൻ അവിടെ വ്യക്തമായി വിളിക്കുകയും പറയുകയും ചെയ്യുന്നത് അല്ലെ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. കാരണം പല വ്യക്തി ജീവിതങ്ങളും ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയായാലും ഇല്ല, ചില വ്യക്തി ജീവിതങ്ങൾ എന്താ ചെയ്യുന്നത്, അവിടെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ഞാൻ ജീവിക്കുക, ഞാൻ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സെൽഫായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒതുങ്ങി കഴിയുക എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ അനേക വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്തിലുണ്ടല്ലേ. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, കർത്താവ് നമ്മളെ പല താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാനായിരിക്കാം, ഇല്ലെങ്കിൽ ചിലവരുടെ ആശ്വാസ വാക്കുകൾ, ചിലവർക്ക് വാക്കുകൾ കൊണ്ട് ആശ്വാസം കൊടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള താലന്തുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 1 താലന്ത് കിട്ടിയവൻ മറച്ചു വെച്ചതുപോലെ ആ താലന്ത് യൂസ് ചെയ്യാതെ പലപ്പോഴും നമ്മൾ അത് മറച്ചു വെച്ചിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് പറയും, ഞാൻ കർത്താവിന് ഹിതമില്ലാത്തൊന്നും ചെയ്തിട്ടില്ല, കർത്താവിന് തെറ്റായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന അളവുക്ക്
ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തന്ന പല താലത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് വന്നൊരവസ്ഥ എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതത്തിലുണ്ട്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളത് തിരിച്ചറിയണം. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ചെറിയൊരു കൃപാപരമാണെങ്കിലും ചെറിയൊരു വരമാണെങ്കിലും അല്ലെ, ഈ ലോകത്തിൽ ദൈവം അനുഗ്രഹിക്കാത്ത ഒരു വ്യക്തി ജീവിതങ്ങളുമില്ല. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞുവല്ലോ, ചിലപ്പോൾ ഒരാളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുക ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഒരു വചനം പറയുക, അല്ലെങ്കിൽ ഒന്ന് ബലപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കർത്താവ് നമ്മളെ ഓരോ താലന്തുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന ആൾക്ക് വേണ്ടി പ്രയോജനപ്പെടുക, ഇന്ന ആൾക്ക് വേണ്ടി നമ്മളെ അതെടുത്ത് ഉപയോഗിക്കാൻ തക്കണം ഇടയായിത്തീരണം. ഇല്ലാത്ത പക്ഷെ എന്ത് സംഭവിക്കും? കർത്താവ് തന്ന താലന്ത് നമ്മൾ കുഴിച്ചു വെച്ചാൽ, ആ കൃപാവരം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാതെ അത് കുഴിച്ചിടുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ വിളിക്കുന്ന വിളി എന്തായിരിക്കും? ദുഷ്ടനായ ദാസനെ, അല്ലെങ്കിൽ ദുഷ്ടയായ എൻ്റെ ദാസിയെ എന്നൊരു വിളി കേൾക്കാൻ നമ്മൾ ഒരിക്കലും ഇടയാകരുത്. കാരണം ഈ ലോകത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്ത് ചെല്ലുവാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളെ ദൈവം എടുത്ത് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അവിടെ നമ്മളെ ചേർത്ത് പിടിക്കും. അല്ലാത്ത പക്ഷം നമ്മളിവിടെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ആരെ ഉപദ്രവിച്ചില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് വിശ്വസ്തതയില്ല എങ്കിൽ നമ്മൾ അന്ത്യത്തിൽ വളരെയധികം ഭാരത്തിലേക്കും, അത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു, എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം പ്രയാസപ്പെടാൻ തൊക്കണം ഇടയാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് തന്ന ചെറിയ കൃപാവരങ്ങളാണെങ്കിൽ പോലും അത് ചെറുതെന്ന് കരുതാതെ എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുവാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തെ എല്ലാ ദൈവമക്കളും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഞാൻ വന്ദിച്ചിരിക്കുന്നു. ആമേൻ.